Hello students, in my last two videos we have discussed the common methods of preparation of aldehydes and ketones, then the methods of preparation of aldehydes only. Today I am going to discuss the preparation of ketones. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കീറ്റോൺസിന് മാത്രമായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, കീറ്റോൺസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ആസിഡ് ക്ലോറൈഡ് ആൻഡ് ആൽക്കൈൻ നൈട്രൈൽ. Then the aromatic ketones can be prepared from benzene. Yes. First method നമുക്ക് നോക്കാം. From acid chloride. Okay. Preparation of ketone. Preparation of ketone from acid chloride. From acid chloride. First method. നമുക്കറിയാം ആസിഡ് ക്ലോറൈഡിന്റെ ഫോർമുല എന്താ? RC≡CL. കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ് ആസിഡ് ക്ലോറൈഡ്സ് എന്നത്. നമ്മൾ മുമ്പ് റോസൻമുൾസ് റിഡക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ here the starting compound is acid chloride. Then how can we convert the acid chloride to ketone? ഈ ആസിഡ് ക്ലോറൈഡിനെ കീറ്റോൺ ആക്കി മാറ്റണം. How can we conduct this chemical reaction? Ketones can be prepared from acid chloride by treating with the dialkyl cadmium. അപ്പോൾ നിങ്ങൾ ഈ ആസിഡ് ക്ലോറൈഡിനെ ഡൈആൽക്കൈൽ കാഡ്മിയം എന്ന കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് കീറ്റോൺ കിട്ടും. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം, ഫസ്റ്റ് യു ഹാവ് ടു പ്രിപ്പയർ ദിസ് ഡൈആൽക്കൈൽ കാഡ്മിയം. ആദ്യം ഡൈആൽക്കൈൽ കാഡ്മിയം ഉണ്ടാക്കണം. അതിനുശേഷം ഈ ഡൈആൽക്കൈൽ കാഡ്മിയത്തെ ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. ദെൻ യു വിൽ ഗെറ്റ് കീറ്റോൺ. Then how can we prepare this dialkyl cadmium? Please listen. The dialkyl cadmium needed for this purpose is prepared by the reaction between Grignard reagent and cadmium chloride. അപ്പോൾ ഡൈആൽക്കൈൽ കാഡ്മിയം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ എന്തൊക്കെ വേണം? ഗ്രിഗ്നാർഡ് റിയേജന്റ് വേണം. നമുക്കറിയാം ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓക്കെ, 2 molecules of Grignard reagent. These 2 molecules of Grignard reagent is treated with the cadmium chloride. You will get ഡൈആൽക്കൈൽ കാഡ്മിയം. അപ്പോൾ ഇവിടെ എലിമിനേഷൻ നടക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാർബൺ മെഗ്നീഷ്യം ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ 2 molecules ഗ്രിഗ്നാർഡ് റിയേജന്റ് 1 molecule ഓഫ് കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോൾ ദിസ് കാർബൺ മെഗ്നീഷ്യം ബോണ്ട് ബ്രേക്ക് ചെയ്തു. എലിമിനേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ MgX 2Mg അല്ലേ, 2MgX Cl2 Cl 2MgX Cl get eliminated. MgXCl means 2MgX Cl get eliminated. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന മെയിൻ പ്രോഡക്റ്റ് ഏതാണ്? ഡൈആൽക്കൈൽ കാഡ്മിയമാണ് അല്ലെ. ഡൈആൽക്കൈൽ കാഡ്മിയത്തോട് 2 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു അല്ലെ, ആൽക്കൈൽ ഗ്രൂപ്പ്. ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ഡൈആൽക്കൈൽ കാഡ്മിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ യെസ് അതാണ് മെയിൻ സ്റ്റെപ്പ് അല്ലെ. ആസിഡ് ക്ലോറൈഡിനെ ഡൈആൽക്കൈൽ കാഡ്മിയവുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. You will get corresponding ketone. ഇപ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കാം. ആസിഡ് ക്ലോറൈഡ് RC double bond of Cl. 2 molecules of acid chloride
react with one molecule of dialkyl cadmium. Okay? അപ്പോൾ ഇവിടെ ഈ ആസിഡ് ക്ലോറൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഡൈആൽക്കൈൽ കാഡ്മിയത്തിൽ ആൽക്കൈൽ ഗ്രൂപ്പും സെയിം ആകാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആകാം. സെയിം ആകാം, ഡിഫറെൻ്റ് ആകാം. അപ്പോൾ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് ആർ ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ആസിഡ് ക്ലോറൈഡ് ആൽക്കൈൽ ഗ്രൂപ്പിനെ നമുക്ക് ആർ ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. യെസ്, പ്ലീസ് ലിസൺ. ഹിയർ CdCl2 cadmium chloride get eliminated and forms the product and the two molecules of R dash C double, two molecules of R dash C double bond O R means ketone alle. Okay, R dash C double bond O R, R dash C double bond O R. Yes, you will get ketone. Okay, ketone. At the same time, CdCl2, cadmium CdCl2, cadmium chloride get eliminated during the reaction. Okay. ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. ഓക്കെ, പ്ലീസ് ലിസൺ. ഈ ആറിന്റെ പ്ലേസിൽ ഞാൻ CH3 എഴുതി, ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ്. യെസ്, എക്സിന്റെ പ്ലേസിൽ Cl എഴുതി അല്ലേ. Then this Grignard reagent is called what? Methyl magnesium chloride. Yes. Methyl magnesium chloride. Methyl magnesium chloride. Then this methyl magnesium chloride is treated with cadmium chloride. You will get, yes, dimethyl cadmium. Dimethyl cadmium. You will get dimethyl cadmium. Dimethyl cadmium plus yes, MgCl2. 2MgCl2. Okay. Next step. This one acid chloride. Okay. Then the example for acid chloride. ER in a place we can substitute as CH3COCl. This acid chloride is called ethanoyl chloride. Okay, ethanoyl chloride. This is the IUPAC name, common name acetyl chloride. Yes, preparation of aldehyde. Rosenmund's reduction for IUPAC name. Okay, okay, video in name doubt. Okay, acetyl chloride, ethanoyl chloride or acetyl chloride. Then you will place CH3, right? CH3. Okay, dimethyl cadmium. Dimethyl cadmium. But dimethyl cadmium. Dimethyl cadmium. And CH3. Okay, CdCl2 get eliminated. This ketone is propanone. Propanone, its common name is acetone. Yes. But then here, methyl magnesium chloride, the Grignard reagent methyl magnesium chloride is treated with the cadmium chloride. You will get dimethyl cadmium. Then this dimethyl cadmium is treated with an acid chloride, that is ethanoyl chloride. You will get propanone. Yes. That means we can convert, okay, ethanoyl chloride into propanone. We can convert ethanoyl chloride into propanone. Or we can convert methyl magnesium chloride into propanone. Methyl magnesium chloride is propanone. Or ethanoyl chloride and acid chloride is propanone prepare. Okay? Yes. This is first method. Then next method. Next method, from alkyne nitrile or alkyl cyanide. Alkyne nitrile, okay, alkyl cyanide ketone. How can we conduct this reaction?
Please listen. When alkyl nitrile is treated with Grignard reagent followed by hydrolysis to form ketone. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ട ആദ്യം? This alkyl nitrile RCN അല്ലെ CN സ്റ്റീഫൻസ് റിഡക്ഷൻ പറഞ്ഞ സമയത്ത് ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ സ്റ്റീഫൻസ് റിഡക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ ഈ കോമ്പൗണ്ടിനെ കുറിച്ച് പറഞ്ഞതാണ്. സ്റ്റീഫൻസ് റിഡക്ഷനിലും യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ആൽക്കൈൽ നൈട്രൈൽ ആണ്. ഓക്കെ, ഇപ്പോൾ RC ട്രിപ്പിൾ ബോണ്ട് കാർബണും നൈട്രൈലും തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണ്. This compound is called alkyl nitrile or alkyl cyanide. Alkyl nitrile, yes. Okay, first you have to treat this compound with a Grignard reagent. Okay, RMgX. ഇത് ആറാണെങ്കിൽ ഇത് R ഡാഷ് ആയിട്ട് എടുക്കാം അല്ലേ? നോക്കിക്കോളൂ. നമുക്കറിയാം here in the case of CN group nitrogen is more electronegative. The nitrogen attains a slight negative charge, carbon and positive charge. Okay, yes, due to the presence of this carbon magnesium bond Mg delta plus the charge of carbon atom of the alkyl group minus, right? Plus minus plus. Okay, then ഇവിടെ അറ്റാക്ക് നടക്കുന്നു അല്ലെ? നെഗറ്റീവ് ചാർജുള്ള ഈ R minus attacks the positively charged carbon atom of the cyano group. ഈ cyano ഗ്രൂപ്പിലെ പോസിറ്റീവ് ചാർജുള്ള കാർബണുമായിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ബോണ്ട് ഫോം ചെയ്തു. Then this positively charged MgX attacks the negatively charged nitrogen atom of the cyano group. സൈനോ ഗ്രൂപ്പിലെ നെഗറ്റീവ് ചാർജുള്ള നൈട്രജൻ ആറ്റത്തെ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള MgX അറ്റാക്ക് ചെയ്തു and forms an addition product. How can we write the structure of this addition product? Please listen. RC. Okay, R dash attacks this positively charged carbon. അപ്പോൾ ഇവിടെ കാർബണുമായിട്ട് R dash bond form ചെയ്തു. Then this triple bond consists of 2 pi bond, weak bond, pi bond, 1 pi bond get cleaved. Then triple bond becomes double bond. Triple bond ആയി N നൈട്രജനുമായിട്ട് MgX bond form ചെയ്തു. NMgX. Then the next step, acid hydrolysis. Yes, acid hydrolysis. ഇവിടെ നിങ്ങൾ ഫോം ചെയ്യുന്ന മേജർ പ്രോഡക്റ്റ് ഓർത്താൽ മതി. That major product is RC double bond of R dash. That means you will get corresponding ketone. Okay, you will get ketone. നോക്കുക, ഇനി ഞാൻ ഇതിന് എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. ഇവിടെ തന്നെ ഞാൻ എക്സാമ്പിൾ പറയുന്നു. അപ്പോൾ എല്ലാവരും ജനറൽ റിയാക്ഷൻ ആദ്യം നോട്ട് ചെയ്യുക. ഓക്കെ, ജനറൽ റിയാക്ഷൻ നോട്ട് ചെയ്യണം. യെസ്, ഇവിടെ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ആറിന്റെ പ്ലേസിൽ നമുക്ക് CH3 എഴുതാം. ഈ ആറിന്റെ പ്ലേസിലും നമുക്ക് CH3 എഴുതാം. CH3 ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്. Then this alkyl nitrile is called what? Ethyl nitrile. Means you have to count the carbon atom of the cyano group. Two carbon atom. The corresponding alkane is ethyl. Ethyl. Ethyl nitrile. Okay? Or its a common name is methyl group. Methyl cyanide. Plus CH3 MgX. Yes. ഇവിടെ CH3. ഇവിടെയും CH3. Then followed by the acid hydrolysis. Hydrolysis in the presence of acid. You will get the ketone CH3. Its IUPAC name is propanone. Propanone is its IUPAC name. Okay? Yes. That means we can convert ethyl nitrile to propanone. Okay, by treating with a Grignard reagent. Okay, CH3 MgX, or we can write here CH3 MgCl, X upon Cl. Yes, methyl magnesium chloride.
methyl magnesium chloride, CH3MgCl. Okay, that means when ethyl nitrile is treated with methyl magnesium chloride, you will get propanone. Yes, next method. Aromatic ketones preparation. Okay, how can we prepare aromatic ketones like acetophenone and benzophenone? The aromatic ketones can be prepared from benzene by Friedel-Crafts acylation reaction. Aromatic ketones of the benzene by conducting Friedel-Crafts acylation reaction. Yes, then how can we convert benzene to corresponding aromatic ketone? How can we convert benzene to acetophenone and benzene to benzophenone? Please listen. Here we have to treat benzene, the aromatic compound, benzene with an acid chloride, CH3COCl. The name of this acid chloride is ethanoyl chloride. This reaction is carried out in the presence of anhydrous aluminum chloride. This reaction is an example for electrophilic substitution reaction. Yes, electrophilic substitution reaction. Yes. അപ്പോൾ ഇവിടെ എന്താണ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഫൈൽ ഫോം ചെയ്യപ്പെടുന്നു, ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ബൈ ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞതാണ്. ഓക്കെ, ബൈ ഹെട്രോലിറ്റിക് ക്ലീവേജ് ദിസ് കാർബൺ ക്ലോറിൻ ബോണ്ട്, this bond pair of electron is completely transferred to chlorine and forms an electrophile CH3CO, carbon charge positive, CH3CO plus and Cl minus. CH3CO plus acts as electrophile. This electrophile attacks the highly rich benzene ring, electron-rich benzene ring. This electrophile attacks the highly electron-rich benzene ring. Yes, forms the product. Please listen. P positive charge in the carbon, benzene ring in a carbon bond form. Okay, electrophile, electron-loving species. This electron-loving species attacks the electron-rich benzene ring C, double bond O, CH3. This aromatic ketone is called acetophenone. Very important. Acetophenone, or it's also called methyl. This phenyl, methyl phenyl ketone. Okay, methyl phenyl ketone plus. ഇനി എന്താണ് ഇവിടെ നിന്ന് aromatic ringൽ നിന്ന് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത H+, ഇവിടെയുള്ള Cl മൈനസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, പ്ലസ് HCl. യെസ്, then the conversion of benzene to the aromatic ketone acetophenone. How can we convert benzene to acetophenone? When benzene is treated with ethanoyl chloride in the presence of anhydrous AlCl3, yes, acetophenone is formed. Okay, next, how can we convert benzene to benzophenone? Benzophenone ഒരു aromatic ketone ആണ്. ബെൻസീനിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ബെൻസോഫീനോൺ എന്ന aromatic ketone പ്രിപ്പയർ ചെയ്യാം? How can we prepare the aromatic ketone benzophenone from benzene by Friedel-Crafts acylation reaction? Okay, അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോകുന്നുണ്ട് ബെൻസീൻ, ഇങ്ങനെ എഴുതാം ബെൻസീൻ, കുഴപ്പമില്ലല്ലോ. ബെൻസീൻ, this benzene is treated with an acid chloride. That acid chloride is called benzoyl chloride, the derivative of benzoic acid. C double bond of OH, COOH ആണ് benzoic acid. അല്ല, benzoic acid. When OH is replaced by Cl, you will get benzoyl chloride. Benzoyl chloride. This reaction also carried out in the presence of anhydrous AlCl3. Anhydrous AlCl3
അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു, ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ലൈക്ക് ദിസ് ബോണ്ട് ക്ലീവേജ്, ദിസ് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ completely transferred to chlorine, Cl minus, and an electrophile is formed, right? C6H5CO plus. Then this positively charged center carbon, okay, forms bond with the carbon atom of benzene ring. ബെൻസീനിലെ ഈ കാർബണിലെ H പ്ലസിന്റെ പ്ലേസിലാണ് ഈ ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആൻഡ് ഫോംസ് ദ പ്രോഡക്റ്റ് വാട്ട് ബെൻസീൻ. ഇവിടെയുള്ള H പ്ലസ് പോയി, H പ്ലസിന്റെ പ്ലേസിൽ ഈ ഇലക്ട്രോഫൈൽ അല്ലെ, നോക്കിക്കോളൂ. H പ്ലസിന്റെ പ്ലേസിൽ C ഡബിൾ ബോണ്ടോ C6H5. Okay, this aromatic ketone is called benzophenone. Benzophenone is also called diphenyl, 2-phenyl group. Diphenyl ketone, yes. Diphenyl ketone, yes. Then, what is meant by Friedel-Crafts acylation reaction? When benzene is treated with acid chloride in the presence of anhydrous AlCl3 to form aromatic ketone. Yes, this reaction where you can convert benzene to acetophenone and benzene to benzophenone. Okay students, in the next video I will discuss physical and chemical properties of ketones. Okay, reactions maximum times എഴുതി പഠിക്കുക. Okay, students, goodbye, study well.